ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട മന്ത്രിയിൽ ഒരാളാണ് നമ്മുടെ ആരോഗ്യമന്ത്രി. അതെന്താണെന്ന് ചോദിച്ചാൽ വികസന പ്രവർത്തനങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അത് കണ്ടിരിക്കാനുള്ള ഒരു ശേഷിയില്ലാത്തത് കൊണ്ടാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആരോപണങ്ങളെന്ന് പറഞ്ഞാൽ ഈ വയറ്റിൽ കത്രി വെച്ച ആരോഗ്യമന്ത്രി അല്ലല്ലോ, അത് ഡോക്ടറെ ഭാഗത്തു നിന്നുണ്ടായ പിഴ ആകാം. എന്തോ കാരണത്താൽ അവരങ്ങോട്ട് പോയി ഇടിഞ്ഞു മറിഞ്ഞ് അവരുടെ മണ്ടേ വീണ്. അതിന് സർക്കാരല്ല, അല്ലെ വീണ ജോർജ് അല്ല അതിന് ഉത്തരവാദി. വയറ്റ് കണ്ട് അവരെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ വയറ്റ് കത്രി ഇട്ടിട്ട് ചുണ്ണി കെട്ടാൻ മന്ത്രി പറഞ്ഞിട്ടാണോ? അല്ല. വികസന പ്രവർത്തനങ്ങൾ ഈ 10 വർഷത്തിന് മുമ്പുള്ള വികസന പ്രവർത്തനവും 10 വർഷത്തിന് ശേഷമുള്ള വികസന പ്രവർത്തനവും നല്ല രീതിയിൽ 10 വർഷത്തിന് മുമ്പുള്ളതിനേക്കായി ഈ 10 വർഷം നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഒട്ടനവധി കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ റോഡുകൾ ഭയങ്കരമായിട്ട് മലയോര ഹൈവേ ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മെഡിക്കൽ കോളേജുകൾ, സബ് സെൻ്ററുകൾ, അതുപോലെ ഹെൽത്ത് സെൻ്ററുകൾ, അതുപോലെ ഹൈടെക് മാതൃകയിൽ നമ്മുടെ സ്കൂളുകൾ, കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ, അങ്ങനെ. പക്ഷേ ഈ സർക്കാരിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ കേട്ട മന്ത്രിമാരിൽ ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട മന്ത്രിയിൽ ഒരാളാണ് നമ്മുടെ ആരോഗ്യമന്ത്രി. അതെന്താണെന്ന് ചോദിച്ചാൽ വികസന പ്രവർത്തനങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അത് കണ്ടിരിക്കാനുള്ള ഒരു ശേഷിയില്ലാത്തത് കൊണ്ടാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒന്നും തന്നെ ആരോപണങ്ങളല്ല. കാരണം നമ്മുടെ വയറ്റിൽ കത്രിക വെച്ച സംഭവമുണ്ട്, ഒരു കുട്ടിയുടെ കൈ മുറിച്ച് മാറ്റിയ സംഭവമുണ്ട്, ചികിത്സ, അങ്ങനെ നിരവധി സംഭവങ്ങൾ. ആരോപണങ്ങൾ മാത്രമല്ലല്ലോ. ആരോപണങ്ങളെന്ന് പറഞ്ഞാൽ ഈ വയറ്റിൽ കത്രി വെച്ച ആരോഗ്യമന്ത്രി അല്ലല്ലോ, അത് ഡോക്ടറെ ഭാഗത്തു നിന്നുണ്ടായ പിഴ ആകാം. പക്ഷേ ആ ഒരു സംഭവത്തെ മന്ത്രി ന്യായീകരിക്കായിരുന്നു. അങ്ങനെ ഒരിക്കലും ന്യായീകരിക്കത്തില്ല മന്ത്രി, അങ്ങനെ ഒരിക്കലും ന്യായീകരിച്ചിട്ടില്ല. ആശുപത്രിയിൽ നിന്ന് സംഭവിച്ച പിഴവല്ല എന്നായിരുന്നു മന്ത്രി പറഞ്ഞത്. ആശുപത്രിയിൽ നിന്ന് വന്ന പിഴയാണ്, അത് മന്ത്രിയുടെ ഭാഗത്ത്. ഇപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു ബാത്റൂമിൻ്റെ സൈഡിൽ ഒരു സ്ത്രീ എന്ന് നിന്ന് അവിടെ അന്നേരം തന്നെ അവരുടെ മണ്ടയിലോട്ട് ഒരു ഹോസ്പിറ്റലിൽ വീണ് കഴിഞ്ഞപ്പോൾ ആ ബാത്റൂം ഇടിഞ്ഞങ്ങാണ്ട് വീണ് അവർ മരിച്ചു, തൽക്ഷണം മരിച്ചു. അന്നേരത്തേക്ക് ഈ കേരള സംസ്ഥാനത്ത് എവിടെല്ലാം ഹോസ്പിറ്റലുണ്ട് ആ ഹോസ്പിറ്റലിൻ്റെ മുഴുവൻ ഫോട്ടോ എടുത്ത് പത്രങ്ങളിലും ചാനലുകളിലും എല്ലാത്തിലും അങ്ങ് പരസ്യമാക്കിയില്ല. അപ്പോഴും ഒരു ചോദ്യമുണ്ട്, കാരണം ഇത് പൊളിയാറാകുന്ന പരുവം വരെ എന്തിനാണ് ഈ കെട്ടിടം അതേപോലെ അത് ഇതിന് മുമ്പിരുന്ന് സർക്കാരിനോട് ചോദിച്ചു നോക്കണം. അതിനു മുമ്പ് 5 വർഷത്തിന് മുമ്പില്ല, 10 വർഷത്തിന് മുമ്പിരുന്ന സർക്കാർ അത് എന്തുകൊണ്ട് ചെയ്തില്ല? അല്ല, അപ്പൊ ഈ 5 വർഷത്തിന് മുമ്പുള്ള പിണറായി സർക്കാരിന്റെ ഭരണ സമയത്ത് അവിടെ പുതിയ കെട്ടിടം പണിതുകൊണ്ടിരിക്കുക. ഈ കെട്ടിടത്തിനകത്ത് ഈ ബാത്റൂമിനകത്ത് പോകാൻ അവരോട് ആരും ആവശ്യപ്പെട്ടില്ല, പൂട്ടിയിട്ടിരുന്ന. ഇവരെന്തുകൊണ്ട് അതിനകത്ത് പോയി? അവർക്ക് അത് പോകേണ്ട അധികം ആവശ്യമില്ലായിരുന്നു. എന്തോ കാരണത്താൽ അവരങ്ങോട്ട് പോയി ഇടിഞ്ഞു മറിഞ്ഞ് അവരുടെ മണ്ടേ വീണ്. അതിന് സർക്കാരല്ല, അല്ലെ വീണ ജോർജ് അല്ല അതിന് ഉത്തരവാദി. അപ്പൊ ഈ വിമർശനങ്ങൾക്കൊന്നും വീണ ജോർജ് ഉത്തരവാദി അല്ല. അത് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരുപാട് ഭരണ നേട്ടങ്ങളായിട്ട് എടുത്ത് കാണിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ആ നേട്ടങ്ങൾക്കൊന്നും പിന്നിൽ മന്ത്രിമാരെ അസാധ്യമാകുമെന്ന് പറഞ്ഞു, അസാധ്യമാണ്, അത് സാധ്യമല്ല എന്ന് പറഞ്ഞു, അത് സാധ്യമാക്കി കൊടുത്തു. ഹൈവേ റോഡ് അസാധ്യമാകുമെന്ന് പറഞ്ഞു, അത് സാധ്യമാക്കി കൊടുത്തു. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജില് അസാധ്യമല്ല, അസാധ്യമാകത്തില്ല എന്ന് അസാധ്യമാകത്തില്ല എന്ന് പറഞ്ഞത് മുഴുവൻ സാധ്യമാക്കി കൊടുത്ത ഒരു സർക്കാരാണ് നമ്മുടെ കേരളത്തിലെ പിണറായി വിജയൻ. പക്ഷേ ഈ ഗെയിൽ പൈപ്പ് ലൈൻ ആദ്യം തടസ്സമായിട്ട് വന്നത് അല്ലല്ലല്ല, ഒരിക്കലും അല്ല. അത് ഞാൻ ന്യായീകരിക്കത്തില്ല, ഒരിക്കലും അതിനെ ന്യായീകരിക്കത്തില്ല. ഇപ്പൊ ചേച്ചി പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ആ രീതിയിൽ ഈ സംഭവിക്കുന്ന പിഴവുകൾക്ക് മന്ത്രി ഉത്തരവാദി അല്ല എങ്കിൽ നേട്ടങ്ങൾക്കും മന്ത്രി ഒരിക്കലും അർഹയല്ലല്ലോ. ആണല്ലോ, നേട്ടങ്ങൾക്ക് അർഹതയാണല്ലോ. ഈ വന്ന പിഴയൊന്നും മന്ത്രിയുടെ അനുവാദത്തോടു കൂടിയല്ല, മന്ത്രി അല്ലല്ലോ അവിടെ പറഞ്ഞേക്കുന്ന. വയറ്റ് കണ്ട് അവരെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ വയറ്റ് കത്രി ഇട്ടിട്ട് ചുണ്ണി കെട്ടാൻ മന്ത്രി പറഞ്ഞിട്ടാണോ? അല്ല. അത് മാത്രമല്ല ഈ ആരോഗ്യ മേഖലയിൽ സംഭവിച്ചത് നിരവധി ഉദാഹരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ഈ 10 വർഷം എനിക്ക് ഒന്നേ പറയാനുള്ളൂ, 10 വർഷം കൊണ്ട് കേരള സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങളുടെ കൂമ്പാരമായി മാറിയേക്കുക. അപ്പം തുടർഭരണം പ്രതീക്ഷിക്കുക 100%. അപ്പൊ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയമൊന്നും സർക്കാരിനെ ബാധിക്കും? അത് കണ്ടില്ല ഇന്നത്തെ മലയാള മനോരമ പത്രത്തിലെ ദേശാഭിമാനി പത്രത്തിൽ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഫോട്ടോ സഹിതം ഇട്ടിട്ടുണ്ട്. മന്ത്രി
ആ സ്വർണം മോട്ടിച്ചുകൊണ്ട് പോയതിന് ആൻ്റണി, അടൂർ പ്രകാശ്, പിന്നെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, അങ്ങനെ ഒട്ടനവധി പേര് അതിനകത്തുണ്ടല്ലോ. ഇവരുടെ കൈ കൊടുക്കുന്ന ഫോട്ടോ സഹിതം ഇന്ന് പത്രം എടുത്തുകൊണ്ട് വരാൻ പറ്റിയില്ല. ആ ഫോട്ടോ സഹിതം ഉണ്ടല്ലോ ഇന്നത്തെ പത്രത്തിൽ. ഇനി അതിൽ കൂടുതൽ തെളിവെന്തുവാ? അറസ്റ്റ് ചെയ്തതും ജയിലിൽ അടയ്ക്കപ്പെട്ടതും കോൺഗ്രസ്സുകാരല്ല, CPM നേതാക്കളാണ്. CPM നേതാക്കളെ മനഃപൂർവ്വം കെട്ടിച്ചമച്ച കഥയല്ലേ അല്ലേ? അതിനകത്ത് തെളിവ് വന്നപ്പോൾ ആരാ ഉത്തരവാദി? അല്ല, ഒരിക്കലും ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് തെളിവില്ലാതെയല്ല. കേസ് എടുത്താൽ പോലും ഒരാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നത് കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലല്ല, അത് തെളിവില്ലാതെ കള്ളക്കഥ ഉണ്ടാക്കി തെളിവാക്കി കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യിച്ചതാണ്.